ഹലോ. അപ്പൊ ഇന്ന് പറയാനുള്ളത് നമ്മൾ ജുഡീഷ്യറി എന്താന്ന് പറഞ്ഞു, ജുഡീഷ്യറിന്റെ പ്രത്യേകത എന്താന്നും പറഞ്ഞു. ഇനി അടുത്ത് പറയാനുള്ളത് റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ജുഡീഷ്യറി, ജുഡീഷ്യറിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ്. ആദ്യം ആ നെയിം പറയാം. അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്, പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ്, ഗാർഡിയൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ലെജിസ്ലേറ്റീവ് ഫങ്ഷൻ, അഡ്വൈസറി ഫങ്ഷൻ, ഫെഡറൽ കോർട്ട്, കോർട്ട് ഓഫ് റെക്കോർഡ്, ക്വാസി ജുഡീഷ്യൽ ഫങ്ഷൻ. ഇനി ഇതെന്താ നമുക്ക് വിശദമായിട്ട് പറയാം. അപ്പോൾ നമ്മൾ ലെജിസ്ലേച്ചറിന്റെ, അതായത് പാർലമെന്റിന്റെ ഫങ്ഷൻസ് എന്താന്ന് പഠിച്ചായിരുന്നു. എക്സിക്യൂട്ടീവിന്റെ ഫങ്ഷൻസ് എന്തായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു അല്ലെ. ഇംപ്ലിമെന്റിങ്, അതുപോലെ എല്ലാത്തിനെയും നിയന്ത്രിക്കുക, അതാണ് എക്സിക്യൂട്ടീവിന്റെ റോൾ. ലെജിസ്ലേഷൻ എന്താണ്? നല്ല രീതിയിൽ ഭരണം നടത്തിക്കൊണ്ടു പോവുക, നിയമങ്ങൾ നിർമ്മിക്കുക തുടങ്ങിയ ഫങ്ഷൻസ് ആണെന്ന് പറഞ്ഞു. അടുത്ത ജുഡീഷ്യറിയിൽ ആദ്യം വരുന്നത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് ആണ്. ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് ദ ജുഡീഷ്യറി ഈസ് ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നീതി അല്ലെ. നീതി എന്ന് പറയുന്ന കാര്യം, അതിന്റെ അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെയുള്ള നീതിപരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക, അതും ന്യായമായ രീതിയിൽ കണ്ടെത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ കോടതിയുടെ കയ്യിലാണുള്ളത്. ഓക്കെ. In other words, the judiciary interprets the law and applies it in individual cases. ഇതിനെ തന്നെ വേറൊരു രീതിയിൽ പറയാം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിയമസംഹിത അല്ലെ, നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അതുപോലെ ലോ ഉണ്ട് അല്ലെ. നമ്മൾ IPC സെക്ഷൻ എന്നൊക്കെ പറയുന്നത് ലോസ് ആണ് അല്ലെ, ഇന്ത്യൻ പീനൽ കോഡ്, അതുപോലെയുള്ള കാര്യങ്ങൾ. അപ്പൊ അതിലുള്ള നിയമങ്ങൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഓരോരുത്തരുടെയും പ്രശ്നത്തിനനുസരിച്ചിട്ട് ഇന്റർപ്രറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് ഓരോരുത്തർക്ക് എന്താണോ നമ്മുടെ കേസ്, അതിനനുസരിച്ച് അത് വിശകലനം ചെയ്ത് ഒരു തീരുമാനത്തിലെത്തുന്നു. The courts, through their judgments, protect the rights and liberty of the individuals. It also punishes the lawbreakers. അപ്പൊ ആദ്യത്തെ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസിൽ പറയുന്നത് എന്താണ്? ദ കോർട്ട് ത്രൂ ദ ജഡ്ജ്മെന്റ്. കോടതിയിലുള്ള ജഡ്ജിമാർ എന്ത് ചെയ്യുന്നു? അവരുടെ ജഡ്ജ്മെന്റിലൂടെ, അവരുടെ വിധി പ്രസ്താവത്തിലൂടെ എന്ത് ചെയ്യുന്നു? നിയമങ്ങളെ, നമ്മുടെ കുറെ അവകാശങ്ങളുണ്ട് അല്ലെ, നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്, അതുപോലെ ഒരുപാട് റൈറ്റ്സ് ഉണ്ട്, ലീഗൽ റൈറ്റ്, പൊളിറ്റിക്കൽ റൈറ്റ്, ഇതിനൊക്കെ എന്ത് ചെയ്യുന്നു? സംരക്ഷിക്കുന്നു. അതിനോടൊപ്പം തന്നെ നമുക്ക് സ്വാതന്ത്ര്യവും അനുവദിക്കുന്നു. ഓക്കെ. സ്വാതന്ത്ര്യവും അതുപോലെ നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയാണ് ആദ്യത്തെ നമ്മുടെ ഈ ജുഡീഷ്യറിയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്. മാത്രമല്ല, നിയമം തെറ്റിക്കുന്നവരെന്ത് ചെയ്യുന്നുണ്ട്? പണിഷ് കൂടി ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ്, ദ പ്രൊട്ടക്ഷൻ ഓഫ് ദി റൈറ്റ്സ്. ദ മോഡേൺ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ്സ് ഗിവ് ഹൈ പ്ലേസ് ടു ദ റൈറ്റ്സ് ഓഫ് ദി പീപ്പിൾ. The courts are empowered to enforce the rights of the people. In democratic states, the fundamental rights of the people are enumerated in the Constitution. It also empowers the judiciary to defend the same. For example, in India, Constitution empowers the Supreme Court with the power of enforcement of ഫണ്ടമെന്റൽ റൈറ്റ്സ്. അപ്പൊ നേരത്തെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഈ പോയിന്റ്. എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ്. നമുക്ക് ഒരുപാട് റൈറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. നമുക്ക് എന്താണ്? ചിന്തിക്കാനുള്ള അവകാശം, നടക്കാനുള്ള അവകാശം, ചിരിക്കാനുള്ള അവകാശം, എന്താണ്? പഠിക്കാനുള്ള അവകാശം, എല്ലാത്തിനും നമുക്ക് അവകാശങ്ങളുണ്ട്. ഇതിനെന്ത് ചെയ്യുന്നു? സംരക്ഷിക്കുന്നു. ഒരു വാച്ച് ഡോഗിനെ പോലെ, ഒരു എന്താണ്, നമ്മള് ഒരു കാവൽ നായയെ പോലെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ നിയമങ്ങളെ, അവകാശങ്ങളെ സംരക്ഷിക്കുന്നുണ്ട്, ഓരോ വ്യക്തിയുടെയും അവകാശത്തെ. മാത്രമല്ല എന്ത് ചെയ്യുന്നുണ്ട്? അതേസമയം ഇറ്റ് ഓൾസോ എംപവേഴ്സ് ദ ജുഡീഷ്യറി ടു ഡിഫെൻഡ് ദ സെയിം. ഇൻ ഇന്ത്യ, ദ കോൺസ്റ്റിറ്റ്യൂഷൻ എംപവേഴ്സ് ദ സുപ്രീം കോർട്ട് വിത്ത് ദ പവർ ഓഫ് എൻഫോഴ്സ്മെന്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. അതായത് നമ്മളെ റൈറ്റ്സ്, നമ്മുടെ അവകാശം ലംഘിക്കുകയാണെങ്കിൽ, വേറൊരാൾ ലംഘിക്കുകയാണെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കാനും കോടതിക്ക് അധികാരമുണ്ട്. അപ്പോൾ മെയിൻ ഈ കാര്യം എന്താണ്? ഡെമോക്രാറ്റിക് കൺട്രീസിൽ ജുഡീഷ്യറി എന്തിനാണ് നിലനിൽക്കുന്നത്? ടു പ്രൊട്ടക്ട് ആൻഡ് ഓൾസോ ഗിവ് ഹൈ പ്ലേസ് ടു അവർ റൈറ്റ്സ് അല്ലേ. നമ്മുടെ റൈറ്റ്സിന്, പീപ്പിൾസ് റൈറ്റിന് ഒരുപാട് വാല്യൂ കൊടുക്കുന്നു, ഒപ്പം തന്നെ അതിനെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്നു, സംരക്ഷിക്കുകയും കൂടി ചെയ്യുന്നു. അടുത്ത പോയിന്റ്, ദ ഗാർഡിയൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ആദ്യത്തേൽ പറയേണ്ടത് രണ്ട് കാര്യം കൂടി ചേർത്തിട്ട്, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്, രണ്ടാമത്തത് ദ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ്, ദ ഗാർഡിയൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ തേർഡ് വൺ ആണ് ദ ഗാർഡിയൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഭരണഘടന അല്ലെ, നമുക്ക് വലിയൊരു ഭരണഘടനയുണ്ട്, അതിനെന്ത് ചെയ്യുന്നു? സംരക്ഷിക്കുന്നു. അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ഒരു രക്ഷകർത്താവ് എന്നുള്ള നിലയിൽ ആ കോൺസ്റ്റിറ്റ്യൂഷനെ സംരക്ഷിക്കുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? നമ്മുടെ ലോകത്ത്, നമ്മുടെ രാജ്യത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ടാണ് അല്ലെ. അതിനെ ഭേദഗതി വരുത്തിയൊക്കെയാണ് നമ്മുടെ പല നിയമങ്ങളും ഉണ്ടാക്കുന്നത്. സോ ഭരണഘടനയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിൻ്റെ ആ ഒരു അന്തസത്ത, അതിൻ്റെ ആ വാല്യൂ എന്ത് ചെയ്യണം? എല്ലാ കാലവും
നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അതിനുവേണ്ടി എന്ത് ചെയ്യണം, നമ്മൾ അത് നല്ല രീതിയിൽ കൊണ്ടുപോകണം. അതിന് നമ്മുടെ കോടതി, നമ്മുടെ ജസ്റ്റിസ്, നമ്മുടെ ജുഡീഷ്യറി എന്നുള്ള ഒരു വിഭാഗം അതിൽ വലിയൊരു റോള് തന്നെ വഹിക്കുന്നുണ്ട്. ഇൻ ഫെഡറൽ സ്റ്റേറ്റ്സ് ലൈക്ക് ഇന്ത്യ, USA, etc., the judicial acts the guardian of the constitution. It has the power to declare acts of legislature and executive as unconstitutional or ultra vires if they violate the provisions of the constitution. അപ്പോൾ നമ്മുടെ ജുഡീഷ്യറിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അധികാരമുണ്ട് എന്ത് ചെയ്യാനുള്ള. ഇറ്റ് ഹാസ് ദ പവർ ടു ഡിക്ലെയർ ആക്ട്സ് ഓഫ് ദി ലെജിസ്ലേച്ചർ ആൻഡ് എക്സിക്യൂട്ടീവ് ടു അൺകോൺസ്റ്റിറ്റ്യൂഷണൽ. അപ്പോൾ ഭരണഘടനാ വിരുദ്ധമാണ് പല കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും, ഈ കോടതിക്ക് പറയാൻ പറ്റും. കാരണം എന്താണ്, ദേ ആർ ദി ഗാർഡിയൻ. നമ്മുടെ രക്ഷിതാവിനല്ലേ നമ്മുടെ കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ കാര്യങ്ങൾ തെറ്റാണെന്ന് പറയാൻ ആർക്കാണ് കൂടുതൽ അധികാരമുള്ളത്? ജുഡീഷ്യറിക്കാണ്. കാരണം ദേ ആർ ദി ഗാർഡിയൻസ് ഓഫ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതുപോലെ ലെജിസ്ലേച്ചറിനെയും അതുപോലെ എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കാനും ഇവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു അധികാരം കൂടി ഉണ്ട്. അടുത്തത് ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻ. ലെജിസ്ലേറ്റീവ് എന്താണെന്നറിയാലോ, നിയമനിർമ്മാണം. Through legislation is the main function of the legislature. The courts also make laws. Whenever a law is vague or insufficient, the court fill the gap with their rulings. These rulings are called case law or judge-made law. The judges are guided by the principles of justice, equity, and common sense. Such decisions are binding on the people. അതായത് ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻ, ലെജിസ്ലേച്ചറിന്റെ പ്രധാന ഡ്യൂട്ടി എന്താണ്? ടു മേക്ക് ലോസ് അല്ലേ, ടു മേക്ക് ലോ. ഒരു ബില്ലുണ്ടാക്കുക, അത് നിയമസഭയിലോ ലോക്സഭയിലോ കൊണ്ടുപോയി പാസ്സാക്കിയെടുത്ത് അതിനൊരു നിയമമാക്കി മാറ്റാം. ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിസിൽ ഉണ്ടാക്കുന്ന ലോ ആണ് നമ്മുടെ രാജ്യം മൊത്തം ഉള്ളത്. അപ്പോൾ ചില നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്ത് സംഭവിക്കും, എല്ലാ കാര്യങ്ങൾക്കും ഒരു കറക്റ്റ് അറിവായിരിക്കും ഉണ്ടാവില്ല, ഈ നിയമം ഉണ്ടാക്കുന്നവർക്ക് ഉണ്ടാവില്ല. അവിടെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും. അതെന്ത് ചെയ്യും, ഈ കോടതിയിൽ, സുപ്രീം കോർട്ട്, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോർട്ടിൽ എന്ത് ചെയ്യും, അത് അവർ വെരിഫൈ ചെയ്ത് അവിടെ എന്തെങ്കിലും ഫില്ല് ചെയ്യാണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഫില്ല് ചെയ്യും. എന്തെങ്കിലും ആഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യും. അപ്പം അതെന്താവും, അതിനെയാണ് പറയുന്നത് എന്ത്, കേസ് ലോ ഓർ ദി ജഡ്ജ് മെയ്ഡ് ലോ. ജഡ്ജ് ഉണ്ടാക്കിയ നിയമം ജഡ്ജ് മെയ്ഡ് ലോ. അപ്പോൾ 1 മാർക്കിനൊക്കെ എവിടെയെങ്കിലും ചോദിക്കുകയാണ് വാട്ട് ഇസ് ജഡ്ജ് മെയ്ഡ് ലോ എന്ന് വെച്ചാൽ എന്ത് എഴുതണം, ദ കോർട്സ് ഓൾസോ മേക്ക് ലോസ് വെനെവർ എ ലോ ഇസ് വേഗ്. അതായത് ഒരു ക്ലാരിറ്റി ഇല്ലാത്തതിനെയാണ് വേഗ് എന്ന് പറയാം. ഒരു മൂട് പടലം പോലെ ഒരു ക്ലാരിറ്റി ഇല്ലാത്തതിനെ എന്ത് ചെയ്യുന്നു, ക്ലാരിഫിക്കേഷൻ വരുത്തുന്നു. ദ വേഗ് ഓർ ഇൻസഫിഷ്യൻറ്റ്, അതിൽ എല്ലാ കാര്യങ്ങളും ഇല്ല, സഫിഷ്യൻ്റ് അല്ല, ആവശ്യമുള്ളത്ര കാര്യമില്ല എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്തു, ദ കോർട്ട് ഫിൽ ദ ഗ്യാപ്പ് ബൈ ദെയർ റൂളിങ്സ്. അവരവർ റൂളിങ് ചെയ്ത് അത് നടപ്പിലാക്കും. അപ്പോഴെന്ത് ചെയ്യും, ആ ഗ്യാപ്പ് ഫില്ലാവും, അത് ജഡ്ജ് മെയ്ഡ് ലോ ആയിട്ട് മാറും. ആൻഡ് ഓൾസോ ദ ജഡ്ജസ് ആർ ഗൈഡഡ് ബൈ ദി പ്രിൻസിപ്പിൾസ് ഓഫ് ജസ്റ്റിസ്, ഇക്വിറ്റി ആൻഡ് കോമൺ സെൻസ്. സച്ച് ഡിസിഷൻസ് ആർ ബൈൻഡിങ് ഓൺ ദി പീപ്പിൾ. ഓക്കെ, അടുത്തത് അഡ്വൈസറി ഫംഗ്ഷൻ. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, അഡ്വൈസ് അല്ലേ, അഡ്വൈസ് ചെയ്യുക, ഉപദേശിക്കുക എന്നുള്ളൊരു ഫംഗ്ഷനാണ്. ഇൻ സം സ്റ്റേറ്റ്സ് ദ ജഡ്ജസ് ഗിവ് അഡ്വൈസറി ഒപ്പീനിയൻ ഓൺ ഡൗട്ട്ഫുൾ ലീഗൽ ക്വസ്റ്റ്യൻസ് അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് ദി എക്സിക്യൂട്ടീവ്. അതായത് നമ്മുടെ രാജ്യത്ത് പ്രസിഡന്റ് ഉണ്ടല്ലേ, പ്രസിഡന്റ് ഉണ്ട്, സുപ്രീം കോടതി ജഡ്ജ് ഉണ്ട്, അതുപോലെ പ്രധാനമന്ത്രി ഉണ്ട്. ഇപ്പോൾ ലോക്സഭയിലുള്ള ഒരു ബില്ല് എന്ത് ചെയ്യുന്നുണ്ട്, നേരെ എക്സിക്യൂട്ടീവിൻ്റെ അടുത്ത് പോകുന്നുണ്ട് പാസ്സാക്കാൻ. അപ്പോൾ ആ സമയത്ത് പ്രസിഡന്റിന്, എക്സിക്യൂട്ടീവിന് എന്താ ഒരു സംശയം വരികയാണ്. അപ്പം എന്ത് ചെയ്യാം, അത് കൊണ്ടുപോയി നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ സബ്മിറ്റ് ചെയ്യാം. അതായത് നമുക്ക് ഇപ്പോൾ പ്രസിഡന്റ് പോയിട്ട് സുപ്രീം കോടതി ജഡ്ജിനോട് ഇത് നോക്കൂ, ഇതൊന്ന് വെരിഫൈ ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കൊടുക്കാൻ പറ്റും. മനസ്സിലായല്ലോ. അപ്പം എന്ത് ചെയ്യാൻ പറ്റും, ഈ കോടതിക്ക് ഈ നമ്മുടെ എക്സിക്യൂട്ടീവിനെ, പ്രസിഡന്റിനെ സഹായിക്കാൻ പറ്റും, അഡ്വൈസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ പ്രസിഡന്റിന് സംശയം വന്നു, ഇപ്പൊ നിങ്ങൾക്ക് കുട്ടികൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്തു, സംശയം വന്നു, നിങ്ങൾ എന്നോട് ചോദിക്കും, ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്കുള്ള സംശയം ഞാൻ പ്രിൻസിപ്പാളിനോട് ചോദിക്കുന്നു. അപ്പോൾ പ്രിൻസിപ്പാൾ ആരാണ്, കോടതി. ഞാൻ ആരാണ്, എക്സിക്യൂട്ടീവ്. നിങ്ങളാരാണ്, ലോക്സഭ മെമ്പേഴ്സ്. നിങ്ങളൊരു ബില്ലുണ്ടാക്കി, നിയമം ഉണ്ടാക്കി, അതെൻ്റെ അടുത്തേക്ക് ഒപ്പിടാൻ വേണ്ടി കൊണ്ടുവന്നു. പക്ഷേ എനിക്കതിൽ ചെറിയ സംശയങ്ങൾ. അപ്പം ഞാൻ എന്ത് ചെയ്തു, കോടതിക്കായിട്ട് കൈമാറി. കോടതി അത് വെരിഫൈ ചെയ്ത് എന്നെ ഉപദേശിച്ചു, ഇത് കുഴപ്പമില്ല, ഇത് നല്ല കാര്യമാണ്, നിങ്ങൾ ചെയ്തോളൂ എന്ന് പറയും. മനസ്സിലായല്ലോ, ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞതാണ്. ഓക്കെ,
In India, the president is empowered to refer any question of law or fact to the Supreme Court. This is known as a advisory jurisdiction of the court. ഈ ഒരു ഇങ്ങനെ എന്താണ് അഡ്വൈസ് ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് എന്ത് പറയുന്നത് അഡ്വൈസറി ജൂറിഡിക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത പറയേണ്ടത് ഫെഡറൽ കോർട്ട്. ഫെഡറൽ സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ദ ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് ദ സ്റ്റേറ്റ്സ് എമംഗ് ദ സ്റ്റേറ്റ്സ് ആർ സെറ്റിൽഡ് ബൈ ദി കോർട്സ്. അപ്പം നിങ്ങൾക്കറിയാം നമ്മുടെ രാജ്യത്ത് 29 സംസ്ഥാനങ്ങളുണ്ട്. അപ്പം എല്ലാ സമയവും രണ്ട് സംസ്ഥാനം നമ്മൾ എന്താണ് സൗഹൃദപരാവണം എന്നില്ല. ഇപ്പോൾ തമിഴ്നാടും കേരളം തമ്മിൽ തർക്കമുണ്ട്. എന്തൊക്കെ കാര്യത്തിനാ? മുല്ലപ്പെരിയാറിന്റെ ഇഷ്യൂവിൽ തർക്കമുണ്ട് അല്ലെ. അതുപോലെ അതിർത്തി തർക്കങ്ങൾ ഉണ്ടാവും. അതുപോലെ കർണാടകയായിട്ടും നമുക്ക് ഉണ്ടാവാം. അതുപോലെ ഇപ്പോൾ പല സ്റ്റേറ്റുകൾക്കും പരസ്പരം ഇടയിൽ എന്തുണ്ടാവാം വഴക്കുകൾ ഉണ്ടാവും. അത് തീർക്കുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കോടതിയാണ്. കോടതിയിൽ ഇപ്പോൾ മുല്ലപ്പെരിയാർ തർക്കം ആരാ സോൾവ് ചെയ്തത്? സുപ്രീം കോർട്ടിലാണ് അല്ലേ. സുപ്രീം കോടതി. കാരണം എന്താ? രണ്ടിടത്തും കോടതികളുണ്ട്. അപ്പൊ രണ്ട് കോടതി നോക്കിക്കഴിഞ്ഞാലും ഒരു പാർഷ്യാലിറ്റി കാണിക്കുമോ എന്നുള്ളൊരു തിങ്കിങ് കൊണ്ടായിരിക്കാം സുപ്രീം കോടതിനെ സമീപിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്സിന്റെ തർക്കങ്ങളൊക്കെ തീർക്കുന്ന ആരാണ്? ഈ പറയുന്ന സുപ്രീം കോർട്ട് ഓർ ദി ജുഡീഷ്യറി ആണ്. ഓക്കെ, ദീസ് ആർ സെറ്റിൽഡ് ബൈ ദി കോർട്സ് ആണ് ഇതാക്കുന്നത്. അതുപോലെ സെൻട്രൽ സ്റ്റേറ്റും ഇപ്പൊ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ വഴക്കുണ്ടാവും അല്ലെ. ഇപ്പൊ കേരളത്തിൽ ഏത് ഗവൺമെന്റാ? കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റാ. കേന്ദ്രത്തിലോ BJP ഗവൺമെന്റാ. അവരുടെ ഐഡിയോളജീസ് തമ്മിൽ ചേരണം എന്നില്ല അല്ലെ. അപ്പൊ അവർ തമ്മിൽ വഴക്കുണ്ടാവാം. അതുപോലെ വേറൊരു സ്റ്റേറ്റുമായിട്ട് വഴക്കുണ്ടാവും. അപ്പൊ ഇതൊക്കെ സോൾവ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ കോർട്ടാണ്, ഇല്ലെങ്കിൽ ജുഡീഷ്യൽ സിസ്റ്റം ആണ്. ഓക്കെ, അതാണ് അതിൽ പറയാനുള്ളത്. അടുത്തത് കോർട്ട് ഓഫ് റെക്കോർഡ്. The judiciary is also court of record. It maintains records of all previous judgments and makes this available in future cases. അതായത് ഇപ്പോൾ എന്താണ് കോടതികളിൽ ദിവസം ഒരുപാട് കേസുകൾ വരുന്നുണ്ട് അല്ലേ. ദിവസം ഒരു ആയിരക്കണക്കിന് കേസുകൾ വരുന്നുണ്ട്. കാരണം എന്താ? നമ്മുടെ നാട്ടിൽ അത്രത്തോളം അക്രമങ്ങൾ കൂടുന്നുണ്ട് അല്ലേ. എല്ലാ തരത്തിലുള്ള കേസുകളും ഉണ്ട്. അപ്പൊ കോടതി എന്ത് ചെയ്യും? ഈ കേസുകളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കും. അതായത് എടുത്തു വെക്കും. വിധി വന്നതൊക്കെ എടുത്തു വെക്കും. കാരണം എന്താണ്? ഫ്യൂച്ചറിൽ അതേപോലെ ഒരു കേസ് വരികയാണെങ്കിൽ എങ്ങനെയാണ് അന്ന് ആ കേസിനെ എടുത്ത സമീപനം ഇത് മനസ്സിലാക്കാനും അതോടൊപ്പം തന്നെ പഠിക്കാൻ വേണ്ടി അല്ലെ. ഇപ്പൊ ജഡ്ജിമാരെല്ലാവരും എല്ലാം തികഞ്ഞ ആൾക്കാരല്ല. അപ്പൊ അവർക്ക് പഠിക്കാനുണ്ടാവും. അപ്പൊ അതിനു വേണ്ടി ഈ പഴയ റെക്കോർഡ്സ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ കോടതി ജുഡീഷ്യറി എന്ന് പറയുന്നത് വെറും ഒരു കോടതി മാത്രമല്ല, അത് കോർട്ട് ഓഫ് റെക്കോർഡ്സും കൂടി ആണ്. അടുത്തതാണ് ക്വാസി ജുഡീഷ്യൽ ഫംഗ്ഷൻ. ദ ജുഡീഷ്യറി ഓൾസോ പെർഫോം സം ക്വാസി ജുഡീഷ്യൽ ഫംഗ്ഷൻ. ദ കോർട്സ് അപ്പോയിന്റ്മെന്റ്സ് ഗാർഡിയൻസ് ട്രസ്റ്റീസ് റിസീവേഴ്സ് ഓഫ് ബാങ്ക്രപ്റ്റ് കോർപ്പറേഷൻസ്. അപ്പൊ കോടതി എന്താണ്? കോടതിയുടെ ഡ്യൂട്ടി മാത്രമല്ല ചെയ്യുന്ന, കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? ജുഡീഷ്യൽ ഫങ്ഷൻസ് അല്ലാതെ, അതായത് ഒരു വിധി തീരുമാനിക്കുക എന്നുള്ള കാര്യം മാത്രമല്ലാണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? അപ്പോയിന്റ് ഗാർഡിയൻസ് കോടതിയുടെ രക്ഷകർത്താവ് എന്നുള്ള രീതിയിൽ ആൾക്കാരെ നിയമിക്കുന്നു. അതുപോലെ ട്രസ്റ്റുകൾ രൂപീകരിക്കുന്നു. അതുപോലെ റിസീവേഴ്സ് ഫോർ ബാങ്ക്രപ്റ്റ് കോർപ്പറേഷൻസ്, പല കോർപ്പറേഷൻസിന് വേണ്ടിയുള്ള റിസീവറായിട്ടും കൂടി പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, ഈ വീഡിയോയിൽ നമുക്ക് ഇത്രയും മതി. അടുത്തതിൽ നമുക്ക് നമ്പർ ഓഫ് ജഡ്ജസ്, അതുപോലെ അപ്പോയിൻമെന്റ് ഓഫ് ജഡ്ജസ്, അതുപോലെ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെന്റ്സ് കമ്മീഷൻ, ഇതൊക്കെ എന്താന്ന് പറയാം. നമ്പർ ഓഫ് ജഡ്ജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കോടതിയിൽ എത്രയാണ് ജഡ്ജ് ഉള്ളത്, എങ്ങനെയാണ് ജഡ്ജിനെ സെലക്ട് ചെയ്യുന്നത്, ഈ പ്രൊസീജിയറാണ് പറയാനുള്ളത്. ഓക്കെ, ഇത് നന്നായിട്ട് വായിക്കാം. ഓക്കെ.